ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സിബ്ലിങ്സ് വ്ലോഗ്സ്. ഇന്നത്തെ വ്ലോഗ് എന്താണെന്നല്ലേ, എങ്ങനെയാണ് ബീഫ് കറിയും കിഴി പൊറോട്ടയും എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്നതാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം നമുക്ക് ബീഫ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ബീഫ് കഴുകി വൃത്തിയാക്കി വെക്കുക. ശേഷം അതിലേക്ക് മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി 10 മിനിറ്റ് വെക്കുക. എന്നിട്ട് അത് കുക്കറിലേക്ക് വെച്ച് 10 ശൂളം അടുപ്പിക്കുക. എന്നിട്ട് ഒരു പാനിലേക്ക് എണ്ണ ഒഴിക്കുക. എന്നിട്ട് കറുകപ്പട്ട, ഗ്രാമ്പു എന്നിവയിട്ട് ഇളക്കുക. എന്നിട്ട് അതിലേക്ക് തേങ്ങ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചെടുത്ത ശേഷം അതിനകത്തേക്ക് മുളകിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ കൊച്ചുള്ളി ഇടുക. കൊച്ചുള്ളി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. കൊച്ചുള്ളി ഇട്ട് ഒരു മൂത്ത പരുവമാകുമ്പോൾ അതിലേക്ക് സവാള ഇടുക. സവാളയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായി ഒന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം അതിനകത്തേക്ക് കറിവേപ്പില ഇട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നന്നായി ഒന്ന് ഇളക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം അതൊരു മഞ്ഞ കളറായി വരും. ഇളക്കിയതിന് ശേഷം അതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ അത് മൂടി വെച്ച് അടച്ചു വെക്കണം. കുറച്ച് സമയം കഴിയുമ്പോൾ അതൊന്ന് വഴണ്ടി വരും. അപ്പോൾ അത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കിയതിനു ശേഷം അതൊന്ന് അടച്ചു വെക്കുക. അടച്ചു വെച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്ന് തുറന്നു നോക്കുക. അപ്പോൾ അതൊരു പരുവത്തിന് കിട്ടിയിട്ടുണ്ടാകും. എന്നിട്ട് അതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ടതിന് ശേഷം വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക. വീണ്ടും നന്നായി ഒന്ന് വഴറ്റിയതിനു ശേഷം നമ്മുടെ ഈ സവാള വഴറ്റിയത് ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിഞ്ഞ് മുളക് പൊടി, മല്ലിപ്പൊടി, ബീഫ് മസാല, ഗരം മസാല, പെരുംജീരകം, കുരുമുളക് പൊടി എന്നിവയിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ മുമ്പേ ഉണ്ടാക്കി വെച്ച സവാള വഴറ്റിയത് ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ മെയിൻ ഐറ്റമായ ബീഫ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം. എന്നിട്ട് കുറച്ചു നേരം അത് അടച്ചു വെച്ച് വേവിക്കുക. 10 മിനിറ്റിന് ശേഷം അത് വീണ്ടും ഒന്ന് തുറന്നതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മുടെ ബീഫ് ഒന്നുകൂടെ അടച്ചു വെക്കുക. കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ ഈ ബീഫ് തുറക്കുമ്പോൾ അത് നല്ല കുടുകുടാന്ന് തിളയ്ക്കുന്നത് കാണാം. എന്നിട്ട് അതൊന്നുകൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് 4-5 കറിവേപ്പില വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മുടെ ബീഫ് ഒന്ന് അടച്ചു വെക്കുക. കുറച്ച് സമയത്തിന് ശേഷം അത് തുറക്കുമ്പോൾ നമ്മൾ ടേസ്റ്റി ബീഫ് ഇവിടെ റെഡിയാവുകയാണ്. നല്ല ടേസ്റ്റി, യമ്മി, ഡിലീഷ്യസ് ബീഫാണ് ഇവിടെ നമ്മൾ കുക്ക് ചെയ്തത്. അടുത്തതായി എങ്ങനെയാണ് കിഴി പൊറോട്ട ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മുടെ വാഴയിൽ ഒന്ന് വാട്ടിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു പൊറോട്ട വെച്ചതിന് ശേഷം ബീഫ് വെക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു സവാളയും ഒരു തക്കാളിയും ഒരു കരിവേപ്പിലയും വെക്കുക. എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ ഒരു പൊറോട്ട വെക്കുക. എന്നിട്ട് ബീഫ് കറി ഒഴിക്കുക. എന്നിട്ട് ഒരു സവാള, ഒരു തക്കാളി, ഒരു കറിവേപ്പില എന്നിവ വെച്ച് വീണ്ടും അതിൻ്റെ മണ്ടയ്ക്ക് ഒരു പൊറോട്ട വെക്കുക. എന്നിട്ട് വീണ്ടും അതിൻ്റെ മണ്ടയ്ക്ക് ബീഫ് കറി ഒഴിക്കുക. എന്നിട്ട് ഒരു സവാള, ഒരു തക്കാളി, ഒരു കറിവേപ്പില എന്നിവ വെക്കുക. എന്നിട്ട് നമ്മുടെ ഈ വാഴയില എല്ലാം കൂടി പിടിച്ച് കിഴി കെട്ടുന്ന പോലെ കെട്ടുക. കെട്ടിയതിനു ശേഷം അത് ഇഡ്ഡലി കുട്ടകത്തിനകത്തേക്ക് വെച്ച് ആവി കയറ്റുക. ആവിയെല്ലാം വന്നതിനു ശേഷം അത് തുറക്കുമ്പോൾ നമ്മുടെ കിഴി പൊറോട്ട ഇവിടെ സെർവ് ചെയ്യാനായിട്ട് റെഡി ആവുകയാണ്. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് വെച്ച് നമുക്ക് തുറന്നു നോക്കാം. ഇതാ ഇവിടെ നമ്മുടെ ബീഫ് കിഴി പൊറോട്ട റെഡി ആവുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.